നമുക്കിപ്പോൾ ചീമപ്പുളി അച്ചാർ ഇട്ടാലോ? ഞാനപ്പോൾ മരത്തിൽ നിന്നും ചീമപ്പുളി പറിച്ചിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ആ ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ ഇച്ചിരി കനത്തിൽ കട്ട് ചെയ്യണം. അതിനുശേഷം ഞാൻ ചൂടുവെള്ളത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ഇട്ടിരിക്കുകയാണ്. ഇതിൽ ബ്ലാഞ്ചിങ് എന്നോ മറ്റോ ആണ് പറയുന്നത്, എനിക്കതിൻ്റെ പേരറിയില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ പുളിയിലെ കറയോ കമർപ്പും അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് മാറും. അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 5 മിനിറ്റ് നമ്മൾ ആ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം അത് നമുക്ക് ഒരു സ്ട്രെയിനറിലോ വല്ലതും ഇട്ടിട്ട് ഊറ്റാം. അങ്ങനെ ഊറ്റിയെടുക്കുമ്പോൾ അതിനകത്ത് വെള്ളമെല്ലാം പോവുകയും ചെയ്യും, നമുക്ക് പുളി ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോഴത്തേക്കും നമ്മുടെ പുളിയെ ഒന്ന് വാടി കിട്ടും. എന്താ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം കടുകെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കടുകെണ്ണയോ നല്ലെണ്ണയോ എന്തെണ്ണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ കടുകെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 2-3 ടേബിൾ സ്പൂൺ കാണും. ഞാൻ കുറച്ചങ്ങ് ഒഴിക്കുകയാണ്. അതിലേക്ക് ഞാൻ കടുക് പൊട്ടിക്കാനിട്ടു. അപ്പോൾ കടുകെണ്ണ എന്തിനാണ് കടുക് പൊട്ടിക്കുന്നതെന്ന് ചോദിക്കില്ല, എനിക്ക് കടുക് പൊട്ടിച്ചാലേ ഉള്ളൂ ഒരു തൃപ്തി. അതുകൊണ്ടാണ് ഞാൻ കടുക് പൊട്ടിക്കുന്നത്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉലുവായോടെ ഇടുകയാണ്. അപ്പോൾ നമ്മൾ പുളിയുള്ള എന്ത് സാധനം ഉണ്ടാക്കിയാലും അതിൻ്റെ ഓപ്പോസിറ്റ് ടേസ്റ്റ് ആയിട്ടുള്ള ഉലുവ ഇടണം. അപ്പോഴേ ഉള്ള ഒരു ടേസ്റ്റ് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനകത്തേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി ഇത്ര ഇടുകയാണ്. വെളുത്തുള്ളി ആണെങ്കിൽ 1 കുട ഉണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും അതിച്ച് നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ കാന്താരി, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ മുളക് പൊടിയൊന്നും ഇടുന്നില്ല. അപ്പോൾ എനിക്ക് വേണ്ടിയാണ് കാന്താരി ഇടുന്നത്. അപ്പോൾ അതൊന്നിട്ട് മൂപ്പിച്ചെടുക്കണം. അത് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കരിയാപ്പലയും കൂടി ഇടാം. ഇപ്പം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി, കരിയാപ്പല, കടുക്, ഉലുവ എല്ലാം കൂടി ആകുമ്പോഴത്തേനും ഒരു എന്താ അപാര മണമായിരിക്കും. ആ മണം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു മണമാണ്. അപ്പോൾ നല്ലതായിട്ട് മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അവിടെ ഊറ്റി വെച്ചിരിക്കുന്ന പുളി എടുത്ത് ഇടാം. നമുക്ക് നമ്മുടെ അച്ചാറിന് ഒരു മഞ്ഞ കളർ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മസാലയ്ക്കകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിന് മഞ്ഞ കളർ കിട്ടും, നല്ല കളർഫുള്ളായിരിക്കും. ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. ഞാൻ ഈ പുളി ഡയറക്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മസാലയ്ക്കകത്തോട്ട് ഇടുന്നേ ഉള്ളൂ. മസാലയ്ക്കകത്തോട്ട് ഈ വാടിയിരിക്കുന്ന പുളി ഇട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. ഈ പുളി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പും കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടി ചേർക്കാം, ഇഷ്ടമില്ലാത്തവർ കുരുമുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. ഇച്ചിരി ഉപ്പ് മുമ്പിൽ നിന്നാലും പുളി ആയതുകൊണ്ട് അങ്ങനെയൊരു പ്രശ്നം ഇല്ല. ഈ ഉപ്പ് ഇട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്കിനും ഈ പുളിയിൽ നിന്നും വെള്ളം ഇറങ്ങാൻ തുടങ്ങും. നമുക്ക് ആ വെള്ളം മതി അച്ചാറിന് ചാറായിട്ട്. എന്നാൽ ഈ ചാറ് പോരാ, കുറച്ച് കൂടുതൽ ചാറ് വേണം, അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് കുറച്ച് തിളപ്പിച്ചരച്ച വെള്ളം ഇതിനകത്തേക്ക് ഇപ്പം തന്നെ മിക്സ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വിനാഗിരി ഒഴിക്കണമെങ്കിൽ ഈ സമയം ഇതിനകത്ത് വിനാഗിരി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ വിനാഗിരി ഒഴിക്കുന്നില്ല, അതേപോലെ തന്നെ വെള്ളവും ഒഴിക്കുന്നില്ല. എനിക്കിപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ആ ഒരു ചാറ് മതി, കൂടുതൽ ചാറിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ ഈ ചീമപ്പുളിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? ചീമപ്പുളിക്ക് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്ന് വെച്ചാൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതാ ഇപ്പോൾ കണ്ടോ, ഇതിൽ നിന്നും വെള്ളം ഇറങ്ങുന്നത് കണ്ടോ, ഇതുപോലെ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വരും. ഇപ്പം തന്നെ നോക്കിയാൽ കാണാം, എന്താ പുളിയിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം ഇറങ്ങുന്നുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ വെള്ളം ഇറങ്ങുന്നുണ്ട്. നമുക്ക് ഈ ഒരു വെള്ളം മതി ശരിക്കും പറഞ്ഞാൽ ആ അച്ചാറിൻ്റെ ചാറിനപ്പം നല്ല കുഴകുഴാന്നിരിക്കുന്ന അച്ചാർ കിട്ടും. ഇത് കഞ്ഞിയുടെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ പുളിയച്ചാറും കഞ്ഞിയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടി ചേർക്കണം. അതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കണം. ഈ കായപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കഴിയുമ്പോഴേ ഉള്ളൂ ഈ അച്ചാറിനൊരു പൂർണ്ണത കൈവരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതുകൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി അടച്ചു വെക്കണം. അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് കുപ്പിയിലേക്ക് മാറ്റിയിടാം. അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെയാണോ ഈ ചീമപ്പുളി അച്ചാറിടുന്നത്? ഇടാൻ വീട്ടിൽ ചീമപ്പുളി ഉള്ളവരൊക്കെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ, സീ യു സൂൺ.